നമ്മുടെ ഒരു ടീം കണ്ടന്റ് ഫാക്ടറി എടുത്തതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ കാര്യം വളരെ പെട്ടെന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കാനുള്ള എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ പാട്ട് ഷൂട്ട് ചെയ്യാനാണെങ്കിലും പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നാട്ടിൽ നമ്മൾ ചർച്ച് സ്ക്വയറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പാട്ടുകൾക്ക് ഇപ്പം നമ്മൾ നാട്ടിൽ പെരുന്നാളിൽ ഞങ്ങളൊരു മഞ്ചേരി വെച്ചൊരു സോങ് ചെയ്യുന്നുണ്ട് പാവർട്ടിയിൽ. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനായിട്ട് ചെറിയ കുറച്ച് നാളുകളത്തെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വളരെ സപ്പോർട്ടീവാണ്. പക്ഷെ ഇങ്ങനെ ഓൺ സ്ക്രീനൊന്നും അച്ഛൻ അങ്ങനെ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ നമ്മൾ അച്ഛനോട് പറഞ്ഞു ഇത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ പോലെ ആക്കിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതൊരു ഭക്തിഗാനമാണെങ്കിലും കുറച്ച് ജമ്പിങ് ആയിട്ടുള്ള കുറച്ചും കൂടിയും അച്ഛൻ പറഞ്ഞ പോലെ യങ് സെൻസേഷൻ ആയിട്ടുള്ള കുട്ടികൾ പാടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഒറ്റ കേൾവിയിൽ ഇഷ്ടപ്പെടുന്ന പാട്ടാവണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അതിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരാളെയാണ് ഞാൻ കണ്ടത്. പോളിച്ചേട്ടൻ ഇല്ലാത്ത ഗാനമേളകളും പോളിച്ചേട്ടനിൽ ഇല്ലാത്ത പരിപാടികളും തൃശ്ശൂർ വളരെ കുറവാണ്. തൃശ്ശൂർ മാത്രമല്ല, ആള് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ ഗായകരുടെ കൂടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ടോളമായിട്ട് ഈ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആളാണ്.